ഗവർണർ സ്ഥാനം ഒഴിയുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ നിന്നും യാത്ര പറഞ്ഞു. അതോടെ ശ്വാസം നേരെ വിട്ട് CPM-ഉം പിണറായി സർക്കാരും. പുതിയ കേരള ഗവർണറായി നിയമിക്കപ്പെട്ട രാജേന്ദ്ര അർലേക്കർ 2025 ജനുവരി 2-ന് ചുമതലയേൽക്കും. ജനുവരി 1-ന് അദ്ദേഹം കേരളത്തിലെത്തും. അതോടെ പിണറായി സർക്കാരിന്റെ നെഞ്ചെടുപ്പ് വീണ്ടും കൂടാനാണ് നിലവിൽ സാധ്യത. രാഷ്ട്രീയ പ്രവചന കേന്ദ്രങ്ങൾ നൽകുന്ന റിപ്പോർട്ട് പ്രകാരം നെഞ്ചെടുപ്പ് കൂടാനും കുറയാനും സാധ്യതയുണ്ട്. ഉറക്കമില്ലാത്ത രാത്രികളാണോ പിണറായിക്കും കൂട്ടർക്കും വരാൻ പോകുന്നത്? കാരണം കമ്മലിട്ടയാൾ പോകുമ്പോൾ കടുക്കനിട്ടയാൾ വന്നതുപോലായി കാര്യങ്ങൾ. ആരിഫ് മുഹമ്മദ് ഖാൻ BJP നോമിനി ആയിരുന്നെങ്കിൽ രാജേന്ദ്ര അർലേക്കർ കടുത്ത RSSകാരനാണ്. സംഘി, സ്വയം സേവകൻ, സംഘപരിവാറുകാർ എന്നീ വിളികളൊക്കെ അദ്ദേഹത്തിന് ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ നന്നായി ചേരും. ആ വിളികളിൽ ചെറുപ്പം മുതൽക്കേ RSSകാരനായ അർലേക്കറിന് ഒരു അപമാനവും ഫീൽ ചെയ്യുകയുമില്ല. പിന്നെ ഗോവ മന്ത്രിസഭയിൽ സ്പീക്കറും മന്ത്രിയുമൊക്കെയായിരുന്ന ഭരണപരിചയവുമുണ്ട്. അതുകൊണ്ട് ആരിഫിനേക്കാൾ ഒരു പടി അകലെ പുതിയ ഗവർണറെ നിർത്തുന്നതാകും പിണറായിക്കും AK ബാലനും SFI കുഞ്ഞുങ്ങൾക്കുമൊക്കെ നല്ലത്. കാരണം ആരിഫ് മുഹമ്മദ് ഖാന് കേന്ദ്രം നൽകിയ CRPF സുരക്ഷ പുതിയ ഗവർണർക്കും ഉണ്ടാകും. എന്തായാലും പോകും വഴിയെങ്കിലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആരിഫിനെ കണ്ട് ഒരു ബൈ പറയുമെന്ന് കരുതി. അതുണ്ടായില്ല. പോകണമെങ്കിൽ പോകട്ടെ, എങ്ങനെയെങ്കിലും ഏത് വഴിയിൽ കൂടെയെങ്കിലും പോകട്ടെ എന്നായിരുന്നല്ലോ CPM-ന്റെ ഒരു ഇത്. കേരള സർക്കാരിന്റെ ഔദ്യോഗികമായ യാത്രയയപ്പ് ഗവർണർക്ക് നൽകിയില്ല. ചെലവ് ചുരുക്കാനല്ല, അതും വേണ്ടെന്നു തന്നെയായിരുന്നു. പക്ഷേ ബ്യൂറോക്രസിക്ക് അമ്മാതിരിയൊന്നും ശീലമില്ല. ഇന്നലെ ചീഫ് സെക്രട്ടറി രാജ്ഭവനിലെത്തി ഗവർണറെ സന്ദർശിച്ചിരുന്നു. കേരള സർക്കാരിന്റെ മെമ്മോറാണ്ടം ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ കൈമാറി. നേരത്തെ മുൻ ഗവർണർ P സദാശിവത്തിന് സർക്കാർ ഊഷ്മളമായ യാത്രയയപ്പ് നൽകിയിരുന്നു. മാസ്കറ്റ് ഹോട്ടലിൽ വെച്ചാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സദാശിവത്തിന് യാത്രയയപ്പ് നൽകിയത്. വിമാനത്താവളത്തിൽ സദാശിവത്തെ യാത്രയക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് പോവുകയും ചെയ്തു. ഇവിടെ ഇത്തവണ പിണറായി വിജയൻ പോയി യാത്രയച്ചില്ല എന്ന് മാത്രമല്ല, വിമാനത്താവളത്തിലേക്ക് പോകുമ്പോൾ SFI പിള്ളേരെ കൊണ്ട് വഴിയിൽ നിർത്തി ടാറ്റ കാണിപ്പിക്കുകയും ചെയ്തു. എങ്ങനെ തോൽപ്പിക്കാമെന്ന് ചോദിച്ചാൽ ഇങ്ങനെയും തോൽപ്പിക്കാം. അതിനിടെ ആരിഫ് ഖാന് ഇന്നലെ രാജ്ഭവൻ ജീവനക്കാർ നൽകാനിരുന്ന യാത്രയയപ്പും റദ്ദാക്കി. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്നുള്ള ദേശീയ ദുഃഖാചരണം കണക്കിലെടുത്താണ് യാത്രയയപ്പ് ചടങ്ങ് ഒഴിവാക്കിയത്. മലയാളത്തിലാണ് തന്നെ യാത്രയക്കാനെത്തിയ മാധ്യമപ്രവർത്തകരോടും രാജ്ഭവൻ ജീവനക്കാരോടും ആരിഫ് മുഹമ്മദ് ഖാൻ യാത്ര പറഞ്ഞത്. കഴിഞ്ഞ 5 വർഷമായി ഗവർണറായി സേവനമനുഷ്ഠിച്ചതിനു ശേഷം മാത്രമാണ് താൻ തന്റെ ചുമതലകൾ നിറവേറ്റിയതെന്നും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാന ദുഃഖാചരണം കാരണം ഒരു ഔപചാരിക യാത്രയയപ്പ് സംഘടിപ്പിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഗവർണറായ തന്റെ കാലാവധി അവസാനിച്ചെങ്കിലും കേരളവുമായി ആജീവനാന്ത ബന്ധം പുലർത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണറായി 5 വർഷം കഴിഞ്ഞിരുന്നു. 2024 സെപ്റ്റംബർ 5-നാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരള രാജ്ഭവനിൽ 5 കൊല്ലം പൂർത്തിയാക്കിയത്. സംഭവബഹുലമായ 5 വർഷത്തിന് ശേഷമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരളം വിടുന്നതും. തന്റെ വാഹനം തടയാൻ ശ്രമിച്ച SFI പ്രവർത്തകരെ ഖാൻ നേരിടുകയും നിരവധി തവണ കരിങ്കൊടി കാണിക്കുകയും ചെയ്തിരുന്നു. ജനുവരി 2-ാം തീയതി അദ്ദേഹം ബീഹാർ ഗവർണറായി ചുമതലയേൽക്കും. 2024 സെപ്റ്റംബർ 5-നാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരള രാജ്ഭവനിൽ 5 കൊല്ലം പൂർത്തിയാക്കിയത്. വിവാദങ്ങളും സംഘർഷങ്ങളും നിറഞ്ഞ 5 വർഷത്തിന് ശേഷമാണ് അദ്ദേഹം കേരളം വിടുന്നത്. കേരള ഗവർണറായി പുതുതായി നിയമിക്കപ്പെട്ട രാജേന്ദ്ര അർലേക്കർ 2025 ജനുവരി 2-ന് ചുമതലയേൽക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.